ഹായ് ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജൂലൈ 4 റാഫി അണ്ണൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ നമ്മളൊരു 12 മണിയായപ്പോൾ തന്നെ കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്ന ഞാൻ തന്നെയാണ്. കേക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ബർത്ത്ഡേ ബോയിയെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ രണ്ടുപേരുടെ കുറവുണ്ടായിരുന്നു. ഒന്നെൻ്റെ കെട്ടിയോൻ്റെയും പിന്നെ റിയാസിക്കാടെ ഒരു കുറവുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേനും റാവണിനൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അത് വേറെ ആരും അല്ല, റാവണിൻ്റെ ഫ്രണ്ടിൻ്റെ വകയായിരുന്നു. ആര് തന്നെയാണെന്നറിയോ? ആരാണെന്ന് ആലോചിക്കും. ആരാണ്? ആരാന്ന് കൊല്ലത്തുള്ള ഷമീറന്നെ ഇത് റാവിനെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് തന്നെ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് എനിക്കറിയായിരുന്നു സംഭവം. ഇതേപോലെ ഇങ്ങനെ എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കും ഉമ്മായ്ക്കും അത്തായ്ക്കും എല്ലാവർക്കും കാര്യങ്ങൾ അറിയാമായിരുന്നു. പക്ഷെ റാണിനെ ഒട്ടും അറിയത്തില്ലായിരുന്നു. ഉറങ്ങിക്കിടന്ന ആളായിരുന്നു. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുണർത്തിക്കൊണ്ട് വന്ന് പല്ലൊക്കെ തേച്ച് നേരെ കേക്ക് മുറിക്കാതിരിക്കുകയാണ്. ആരാ തന്നേന്ന് ആദ്യം ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും കൊല്ലത്തുള്ളയാന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കേക്കൊക്കെ മുറിച്ച് പിന്നെ ഈ ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. ഷമീർക്കാടെ വൈഫിന് ഞാൻ നമ്പരൊക്കെ കൊടുത്ത് അങ്ങനെ അവർ തമ്മിൽ കോൺടാക്ട് ചെയ്താണ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കലത്തേക്ക് ഇന്ന് ബർത്ത്ഡേക്ക് ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഫ്രൈഡ് റൈസ് വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. പുറത്താണെങ്കിൽ നല്ല മതി. അങ്ങനെ ഫ്രൈഡ് റൈസിനുള്ള സാമഗ്രികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ് എല്ലാം എടുത്തരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതും അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ എണ്ണയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നപ്പോഴത്തേനും ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാത്രത്തിനകത്തോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെ വെളുത്തുള്ളി ഒന്ന് വാടി വന്നപ്പോഴത്തേനും ക്യാപ്സിക്കും അതിൻ്റെ കൂടെ തന്നെ സവാളയും പിന്നെ അതും ഒന്ന് എണ്ണയിലൊന്ന് വാടി വന്നപ്പോഴത്തേനും ഞാൻ ബീൻസ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷമാണ് ഇനി ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇളക്കി പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇട്ടത് മാഗി ക്യൂബും പിന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ഞാൻ പിന്നെ ഒന്ന് ഇത് മിക്സ് ചെയ്യാൻ ഇളക്കാൻ വേണ്ടിയിട്ട് അത്തായി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ തന്നെ ഉമ്മ മുട്ട ചിക്കി എടുക്കുന്നുണ്ട്. അതെനിക്ക് പിന്നെ കുറേ നേരം നിന്ന് ഇങ്ങനെ ഇതാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അത്തായും ഉമ്മയും കൂടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മലയാളി സംഭവങ്ങളൊക്കെ ഇട്ട് ഫ്രൈഡ് റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ വറുക്കുമായിരുന്നു. അങ്ങനെ ചില്ലി ചിക്കൻ ഇവിടെ സെറ്റായി. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇവിടെ റെഡി ആയി കഴിഞ്ഞപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.